Praise the Lord. Very good morning to you all. May God bless everyone with a peaceful, supernatural, glorious, blessed Monday. We are entering into a new week. കഴിഞ്ഞ ആഴ്ചയൊക്കെ വളരെ അനുഗ്രഹപ്പെട്ട ദിവസങ്ങളായിരുന്നു. God has done great miracles and God led us wonderfully. അല്ലേ? Hallelujah. So this week also God is going, especially എനിക്ക് ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ്. A lot of things God is planning to do. എന്താ പറയുക, കർത്താവിൻ്റെ വലിയ പദ്ധതികൾ ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. So everyone, I bless everyone, hallelujah, to be with God. കർത്താവിനോട് പറ്റിയിരിക്കേണ്ട ഒരാഴ്ചയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുക. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി prayer life is very important in this 2026 because hallelujah, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്ന ഒരു വർഷമാണ് 2026. സോ നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. So first let us worship the Lord and go to the word. ഒരു ഷോർട്ട് മെസ്സേജ് ആയിരിക്കും, പക്ഷേ ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വചനം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്താൻ പോവുക. ഹല്ലേലൂയ. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരവരുളീശ, നീ എത്രയൻ രക്ഷാസ്ഥാനം. പരപരമേശ വരവരുളീശ, നീ എത്രയൻ രക്ഷാസ്ഥാനം. ആദ്യങ്ങൾ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദ്യങ്ങൾ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരവരുളീശ, നീ എത്രയൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യതീരവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യതീരവല്ലോ. പരപരമേശ വരമരുളീശ, നീ എത്രയൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ എന്താ പറയുക, സ്വർഗത്തിലെ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ ദുഃഖവും മാഞ്ഞു പോകും. ദൈവമക്കളെ, മഞ്ഞു പോലെ ഉരുകിപ്പോകും. ഹല്ലേലൂയ. താരാഭാഷേക്കോ റസ്യ, ഇതുവരെ നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ ഈ പ്രഭാതത്തിൽ എത്രമാത്രം കർത്താവിന് നമുക്ക് നന്ദി പറയേണ്ടവരാണ്. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. കാർമേഘമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ എക്സ്റ്റീരിയർ കണ്ണുകൊണ്ട്, നമ്മുടെ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നെങ്കിലും അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ആത്മീയ കണ്ണാൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യശോഭ കാണാം. ഹല്ലേലൂയ. താരാബേശേ കൊറസി ഖാരാലാബ, നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മായി പ്രഭാത്തെ നമ്മളെ ഓരോരുത്തരെയും നടത്തും. ദൈവമക്കളെ, ഹല്ലേലൂയ. താരാഭാഷേ കൊറസ്യ, തേജസ്സേറിയ യേശുവാടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ എല്ലാ ഭാരവും നമ്മുടെ എല്ലാ ദുഃഖവും തീർന്നു പോകും. ഹല്ലേലൂയ. ഓ റീകോ റസിഖാരാബ ഷേക്കോ റസിഖാരാബ, ദൈവത്തിലെ എല്ലാ കൈപ്പേറിയ അവസ്ഥയും മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ഓ സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ സന്തോഷമുണ്ട്? ക്രിസ്തുവിൽ എപ്പോഴും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ കവനൻ്റെ കീഴിലുള്ള ദൈവ
ദൈവമക്കൾ ആയിരിക്കേണ്ടത്. ആ സന്തോഷം കണ്ട് അനേകർ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയുവാൻ നമ്മുടെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും ദൈവമക്കളെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ആ സന്തോഷം കാണാൻ കഴിയത്തുള്ളൂ. So let us go to the word today. Blessed are the meek, for they will inherit the earth. Hallelujah. അത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ്: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയെ അവകാശമാക്കുന്നത് ആരാണ് ദൈവമക്കളെ? ഹല്ലേലൂയ. സൗമ്യതയുള്ളവരാണ്. ഹല്ലേലൂയ. നമുക്ക് സൗമ്യതയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ യേശു കർത്താവിൻ്റെ മുഖത്തെ, യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കണമെങ്കിൽ, എന്നെ കേൾക്കുന്ന മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും പറയുകയാണ്, how will I overcome every day's obstacles, sufferings, pain? Hallelujah. ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. റികാലാബ്രാസ്യ, സൗമ്യതയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. ഥാലാബാഷേക്കോ റസിഖാരാബ. നമ്മൾ എന്താ പറയുക, സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ we have all the blessings. കർത്താവിൻ്റെ ആഗ്രഹം, he wants us to have all the blessings from heaven and enjoy them as an inheritance here on earth. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കണമെന്നാണ് സ്വർഗത്തിലെ കർത്താവിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സൗമ്യതയുള്ളവരായി തീരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്കൊരു ഇൻഹെറിറ്റൻസ്, കർത്താവ് നമുക്ക് തന്ന ഇൻഹെറിറ്റൻസ് എന്താണ്? റോമാലേഖനം 8:17 നമ്മൾ വായിക്കുമ്പോൾ, he gives us the inheritance of being an heir of God. As we suffer for the sake of Christ, we shall receive the glory of God. Hallelujah. ഓ റിക്കോ റസിക്കാർ. റോമാലേഖനം 8:17 വായിച്ചത്. ദൈവത്തിൻ്റെ അനന്തര അവകാശികൾ, അതാണ് ഇൻഹെറിറ്റൻസ്. അവകാശം ദൈവം നമുക്ക് തരുന്നു. എപ്പോഴാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ മഹത്വം ലഭിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇന്നലെ ഹല്ലേലൂയ നമ്മുടെ ചേർച്ചിലെ അഭിഷിക്തൻ പറയുകയുണ്ടായി. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോയപ്പോൾ, ഹൗ മച്ച് ദേ ഹാവ് ബ്ലെസ്ഡ്, ദാറ്റ് ചേർച്ചസ് വെർ വെരി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. അവർ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ അവരെന്താ, ആ ചേർച്ചുകൾ വലുതാവാൻ തുടങ്ങി, അവരുടെ ആരാധന ശക്തമാകാൻ തുടങ്ങി. അനേക ജനങ്ങൾ കടന്നു വരുവാനിടയായി. അനേക അഭിഷിക്തന്മാരെ സ്വർഗത്തിലെ കർത്താവ് അവിടെ എഴുന്നേൽപ്പിച്ചു. അതുപോലെ ദൈവമക്കളെ, നമ്മൾ കേരളത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബിക്കോസ് ദിസ് 2026 പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. സഭ ഹല്ലേലൂയ ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകും ഈ വർഷം തൊട്ട്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. God is going to purify the churches. സഭകളെ, കർത്താവിൻ്റെ വരവ് അടുത്തു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സഭയെ കർത്താവ് ഒരു ശുദ്ധീകരണത്തിലൂടെ കടത്തിവിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യം കെട്ടിപ്പടുക്കാൻ നിൽക്കുന്ന സഭകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്ത എല്ലാ സെൽഫിഷ് മോട്ടീവ്സ്, എല്ലാ അങ്ങനെയുള്ള മോട്ടീവ്സ് ഉള്ള എല്ലാ സഭകളെയും കർത്താവ് ഹല്ലേലൂയ റിക്കോ റസ്യ ജഡ്ജ്മെൻറ്റിലൂടെ കടന്നു പോകുവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ വർഷം ശക്തമായി, വർഷം മുതൽ നമ്മൾ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ദൈവമക്കൾക്ക് വേണ്ടി, ബിലീവേഴ്സിനും ഉണ്ട് കേട്ടോ, ആ താലാബറ സീക്കോ റസ്യ, നമ്മൾ എന്തിനാണ് യേശു കർത്താവിനെ അനുഗമിക്കുന്നതെന്നുള്ള ആ ഒരു എന്താ പറയുക കാരണം പരിശുദ്ധാത്മാവ് പല രീതിയിൽ നമ്മളെ പല ടെസ്റ്റുകളിലൂടെ നമ്മളെ കടത്തിവിട്ട് കർത്താവ് ഹാലിലെ ടെസ്റ്റ് ചെയ്യുന്ന വർഷമാണ് ഈ 2026 മുതൽ. ഹല്ലേലൂയ.
എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാനത് ഡീറ്റെയിൽഡായിട്ട് വരുന്ന തേഴ്സ്ഡേ മീറ്റിങ്ങിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വരുന്നതിന് മുന്നേ സ്വർഗത്തിലെ കർത്താവ് എനിക്കൊരു പ്രോഫറ്റിക് വിഷൻ തരും. ഹല്ലേലൂയ. ആദ്യമൊക്കെ എനിക്കിങ്ങനെ കർത്താവ് വിഷൻ തരുമ്പോൾ, കാര്യം ഒരുപാട് പെയിനിലൂടെ, ഒരുപാട് റിജക്ഷനിലൂടെ, ഒരുപാട് മുറിവേറ്റ ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. ധാരാഭാഷേക്കോ റസ്യ. അത് കഴിഞ്ഞ് കർത്താവ് വീണ്ടും എന്നെ ഒരു ടെസ്റ്റിലൂടെ കടന്നു വിടുമെന്നുള്ള ആദ്യമൊക്കെ, ഇപ്പോഴല്ല, ഒരു 1.5 വർഷത്തിന് മുന്നേയൊക്കെ അങ്ങനെ വിഷൻസ് തരുമ്പോൾ ഞാൻ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവെ, ഒരുപാട് ഞാൻ സഹിച്ചു, ഇനിയും ഞാൻ എനിക്കെന്തിനാ ഇത്രയും വലിയ വേദനയിലൂടെ എന്നെ കടത്തി വിടുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വേദനകളിലൂടെയും പല പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കൊരു ഡെലിവറൻസിന് വേണ്ടി ഒരു ഡെലിവറൻസ് നടത്തുന്നിടത്ത് നമ്മൾ ഓടിച്ചെല്ലും, അല്ലേ? പക്ഷേ നമ്മൾ ആ ടെസ്റ്റിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അതിനെ ജയിക്കണം. നമുക്ക് എന്താ പറയുക, വചനത്തിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം സ്വർഗത്തിലെ കർത്താവ് നമുക്ക് തരത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഒരു ശുദ്ധീകരണം നമുക്ക് നടന്നാൽ, കറക്റ്റായിട്ടുള്ള ശുദ്ധീകരണം നമ്മളിൽ നടന്നാൽ മാത്രമേ നമുക്ക് ആ തേജസ്കരണത്തിലേക്ക് നമുക്ക് കയറാൻ കഴിയത്തുള്ളൂ. ആ ധാരാബാരശേക്കോ റസ്യ. പക്ഷേ പലരും പല വേദനകളുണ്ട്, ദൈവം തരുന്ന വേദനകളുണ്ട്. അത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന വേദനകളാണ് കേട്ടോ. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി. നമുക്ക് സ്വന്തമായിട്ട് വരുന്ന ഒരു രോഗമോ എന്താ പറയുക, നമ്മൾ നല്ലോണം ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു അസുഖത്തിനോ അങ്ങനെയുള്ള അതൊന്നും ദൈവത്തിൻ്റെ കഷ്ടതയില്ല. കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾക്കെല്ലാം ഇരട്ടിയായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ അധികമായി ഇറങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞത്, ആദ്യമൊക്കെ എനിക്ക് കർത്താവ് അങ്ങനെ വിഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിതിൻ ഒരു 2 days ആ ടെസ്റ്റിലൂടെ ഞാൻ കടന്നു പോയിരിക്കും. ഞാൻ കിടന്ന് ഒരുപാട് വിഷമിക്കുവാൻ. പക്ഷെ പിന്നെ കർത്താവ് എന്നെ മനസ്സിലാക്കി തന്നു. ഹല്ലേലൂയ. ഇറ്റ്സ് ഫോർ മൈ എന്താ പറയുക, ഞാൻ ആ മെച്യൂരിറ്റിയിലേക്ക് വരാനാണ്. ഹല്ലേലൂയ. എന്നെ ശുദ്ധീകരിക്കാനാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുത്താനാണ്. ഹല്ലേലൂയ. ഓ റീക്കോ റാസി ഖാലാലാബ. ക്രിസ്തീയ ജീവിതം ഒരിക്കലും പട്ടുമത്തെ അല്ല ദൈവമക്കളെ. പക്ഷേ എന്താ പറയുക, പല ശുശ്രൂഷകളും നമ്മൾ കണ്ടാൽ, ഹല്ലേലൂയ, നമുക്കങ്ങനെ തോന്നും. ഹല്ലേലൂയ. എല്ലാം നമ്മൾ ആക്ച്വലി കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുവാണ്. ആ കുശവൻ, ആ പാത്രം എത്രമാത്രം മനോഹരമായി വരണമെന്ന ആ കുശവൻ്റെ മനസ്സിലുള്ള ആ കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്ന ഡിസൈൻ, ഹല്ലേലൂയ, ആ ഡിസൈനിലേക്ക് നമ്മളെ വരാൻ കർത്താവ് നമ്മളെ പല കാര്യങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. അപ്പോൾ നമ്മൾ കർത്താവേ, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് സഹിക്കാൻ കഴിയത്തില്ല, എനിക്കിത് അനുഭവിക്കാൻ കഴിയത്തില്ല, ഇത്രയും വേദന എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്ന ഡിസൈനിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരുന്നത് ദൈവമക്കളെ? ഹല്ലേലൂയ. ധാരാഭാഷേക്കോ റാസി ഖാരാബ. ഇപ്പോൾ കർത്താവ് എനിക്ക് അങ്ങനെ ഒരു വിഷൻ തരുമ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ അത്ര വലിയ ടെൻഷനില്ല. കാര്യം ഐ നോ ദാറ്റ് ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് മീ ടു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ, വിൽ ഹെൽപ്പ് മീ ടു ഓവർകം ദാറ്റ് ട്രയൽ. ഹല്ലേലൂയ. ആ ട്രയൽ കഴിയുമ്പോൾ എനിക്കറിയാം അടുത്ത സ്റ്റെപ്പിലേക്ക് കർത്താവ് എന്നെ കയറ്റും. കുദാലക സന്ദരവേ റിക്കാലവസന്ദരവേ. നമ്മളൊരു സ്കൂളിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ LKG കഴിഞ്ഞ് UKG കഴിഞ്ഞ് എല്ലാം എൻഡ് ഓഫ് ദ ഇയർ ദർ വിൽ ബി ആൻ എക്സാം, അല്ലേ? ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ ഇല്ലാണ്ട് നമ്മൾ 1ാം ക്ലാസ്സിലേക്ക് എങ്ങനെ പോകും? 2ാം ക്ലാസ്സിലേക്ക് എങ്ങനെ പോകും? 2ാം ക്ലാസ്സിൽ നിന്ന് നേരെ 10ാം ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയ. യു ഹാവ് ടു ഗോ ത്രൂ എക്സാംസ്, അല്ലേ? എവ്രി വൺ ഹാസ് ഗോട്ട് ദാറ്റ് എക്സാം. യു ഹാവ് ടു പാസ് ദാറ്റ് എക്സാം. ദെൻ ഓൺലി യു വിൽ ബി ടേക്കൺ ടു ദി അതർ ലെവൽ. ഹല്ലേലൂയ. നമ്മൾ 1 പത്രോസ് 1:3 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അവൻ നമുക്കൊരു പുതിയ ചരണം നൽകുന്നു. അതെ, ദൈവത്തിൻ്റെ മക്കളായി നാം ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു. നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾ ഹല്ലേലൂയ 1ാം ക്ലാസ്സിൽ തന്നെ എപ്പോഴും ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ആ മകൾ പഠിച്ച് മിടുക്കിയായി നല്ല മാർക്സ് സ്കോർ ചെയ്ത് അവൾ ആ +2 വരെ നല്ല സ്കോർ ചെയ്താലാണ്
നല്ലൊരു പ്രൊഫഷനിലേക്ക് തിരിയാൻ കഴിയുന്നത് അല്ലേ? ഇപ്പോൾ എന്ത് കോമ്പറ്റീഷൻസാണ് എഡ്യൂക്കേഷനിൽ അല്ലേ? ഹല്ലേലൂയ. അപ്പം നമ്മൾ അതിന് അത്രയും നല്ല ട്രെയിനിങ്സും അവരെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തീയമായി വളരാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഹല്ലേലൂയ എന്താ പറയുക, നമ്മൾ കർത്താവിൻ്റെ കരത്തിൽ നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ജീസസ് ഓഫേർഡ്, നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതം നോക്കിയാൽ ജീസസ് ഇൻ Hebrews 9:14 you can see Jesus offered himself as a sacrifice through the eternal spirit to cleanse our conscience from acts of death from sin. The blood of Jesus cleanses us from all the nature of sin, which becomes an inheritance from God. Hallelujah. നമ്മൾ ഓരോ നിമിഷവും വി ബിക്ലെയിം ക്ലീൻ ഇൻ ദിസ് വേൾഡ്. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. വെൻ വി ഓവർകം, നമ്മൾ ഈ പാപത്തെ ഓരോ സമയവും നമ്മൾ ആ ജഡിക സ്വഭാവങ്ങളെ നമ്മൾ ഓവർകം ചെയ്താൽ മാത്രമേ കർത്താവിൻ ആഗ്രഹിക്കുന്ന ആ എന്താ പറയുക ആ പദ്ധതികളിലേക്ക് നമുക്ക് എത്തിച്ചെല്ലാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഹാരാബഷേക്കോ റസിക. നമ്മൾ ഗലേഷ്യൻസ് നമുക്കറിയാം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വാക്യം വരെ. ഗലേഷ്യൻസ് 5:19-21 അല്ലേ? റിക്കോ റസ്യ അവിടെ കുറേ ജഡിക സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, ഇംപ്യൂരിറ്റി, ഐഡൽട്രി, പിന്നെ വിച്ച് ക്രാഫ്റ്റ്, ഹെയ്റ്റ്, ഡിസ്കോർഡ്, ജലസി, സെൽഫിഷ് അംബീഷൻ അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്നും ഹല്ലേലൂയ നമ്മൾ കുശുമ്പ്, അസൂയ, ഈർഷ്യ, ബിറ്റർനെസ്, കൈപ്പ് നമുക്ക് തന്നെ അറിയാം അല്ലേ? ഇതെല്ലാം നമ്മൾ ജയിക്കാതെ നമുക്കൊരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വി ആർ റെഡി ടു ഗോ ടു ഹെവൻ. നോ, നമുക്ക് അവിടെ പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ നീതീകരിക്കപ്പെട്ടു. യെസ്, ജീസസിൻ്റെ ഇൻഹെറിറ്റൻസ്, ആ എന്താ പറയുക, ജീസസിൻ്റെ നീതീകരണം, ആ റൈറ്റസ്നെസ് വാസ് ഇംപ്യൂട്ടഡ് ടു അസ്. അത് നമ്മുടെ ഒരു കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ നമ്മുടെ വിശുദ്ധി ഉണ്ടോ ഒന്നുമല്ല. പക്ഷേ ആ ഇംപ്യൂട്ട് ചെയ്ത റൈറ്റസ്നെസ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നു കഴിഞ്ഞ് ദിനം തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണിയപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. all that we need is to be meek. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് blessed are the meek for they will inherit the earth. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവർക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ, നമുക്കറിയാം, പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നൊരു കാര്യം ഇതാണ്. മോശ അല്ലേ, മോശയ്ക്ക് ഈജിപ്തിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എല്ലാവിധ ട്രെയിനിങ്ങും കിട്ടി. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ്, ഏറ്റവും നല്ല മിലിറ്ററി ട്രെയിനിങ് കിട്ടി, ഏറ്റവും എന്താ പറയുക, ഒരു കൊട്ടാര രീതിയിലാണ് മോശ വളർത്തപ്പെട്ടത് അല്ലേ? പക്ഷേ അവിടുന്ന് നമുക്കറിയാം പിന്നെ ഒരു 40 വർഷം അല്ലേ മരുഭൂമിയുടെ അവസ്ഥയായിരുന്നു. എന്തിനായിരുന്നു? മോശയ്ക്ക് അത്രയും ട്രെയിനിങ്ങും നോളജ് ഉണ്ട്, എല്ലാ രീതിയിലും മോശ വെൽ ഏബിളായിരുന്നു. പക്ഷേ ആ ദൈവസന്നിധിയിൽ സബ്മിസീവായിട്ട് മീക്കായിട്ടിരിക്കുന്ന ഒരു ദൈവ പുരുഷനെ മാത്രമേ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് മോശയെ പണിയാൻ വേണ്ടിയിട്ട് മരുഭൂമിയുടെ അവസ്ഥയെ കൊണ്ടുവന്നു അല്ലേ? പിന്നെ 40 വർഷം അമ്മായിയപ്പൻ്റെ കീഴിൽ. ഹല്ലേലൂയ. ഹി വാസ് എന്താ പറയുക, ഒരു ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ ജീവിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് മുൾപ്പടപ്പിലെ സ്വർഗത്തിലെ കർത്താവ് മോശയ്ക്ക് വെളിപ്പെടുന്നത് അല്ലേ? ഹി വാസ് വെരി ഹംബിൾ ബിഫോർ ഗാഡ്. ഹി വാസ് മീക്ക്. ഹല്ലേലൂയ. ദൈവ ഭയമുള്ളവനായി തീർന്നു. അല്ലെങ്കിൽ മോശയെ അങ്ങനെ തന്നെ കർത്താവ് ഉപയോഗിച്ചിരുന്നേ നമ്മളൊന്ന് ആലോചിച്ചേ. മോശയ്ക്ക് ആ കിട്ടിയ അതോറിറ്റി, ആ ഒരു പവർ എല്ലാം വെച്ചിട്ട് ഒരിക്കലും ആ എന്താ പറയുക ബുദ്ധിപരമായി മിലിറ്ററി വൈസുള്ള ആ ഒരു അതോറിറ്റി, ആ ഒരു ഏബിൾനെസ് ഒന്നും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ, ആ ഇസ്രായേൽ ജനത്തെ, ഇത്രയും വലിയ ജനത്തെ നയിക്കുവാൻ മോശയ്ക്ക് കഴിയത്തില്ലായിരുന്നു അല്ലേ? ഹല്ലേലൂയ. സോ ആ മീക്ക്നെസ്, ആ ഹംബിൾനെസ്, ആ 40 വർഷം ആ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ മോശയെ കൊണ്ടുവന്ന് കർത്താവ് പണിതെടുത്തു. ഹല്ലേലൂയ. യേശു കർത്താവ്, നമ്മൾ വചനത്തിൽ വായിക്കുന്ന എന്താ? ക്രൂശിൻ്റെ മരണത്തോളം താൻ തന്നെ
താഴ്ത്തി ഹല്ലേലൂയ പിതാവിൻ്റെ ഹിതത്തിന് പിതാവേ അങ്ങയുടെ ഹിതം എന്നെ നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. സോ ടുഡേ God is telling us that hallelujah റിക്കോ റസിക സൗമ്യത ഉള്ളവരായി തീരുവിൻ, എങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ റിക റസിക്കോ റസികരലബ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ റിക്കോ റസികരലബ ശന്തരബ റിക്കോ റസികരലബ ശന്തരലബ. ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണം. ആക്ച്വലി നമ്മൾ സങ്കീർത്തനം 37 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ സങ്കീർത്തനം 37 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ you can see that ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കുക. കണ്ടോ? ഹല്ലേലൂയ. So for evil doers shall be cut off, but those that wait upon the Lord they shall inherit the earth. ഹല്ലേലൂയ. ആ 37-ാം സങ്കീർത്തനത്തിൽ തന്നെ 34-ാമത്തെ വാക്യം വായിച്ചേ. ഹല്ലേലൂയ. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ചു നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് ഭൂമിയെ അവകാശമാക്കും ദൈവമക്കളെ? ഹല്ലേലൂയ. യഹോവയ്ക്കായി പ്രത്യാശിച്ച് ദൈവത്തിൻ്റെ വഴി പ്രമാണിച്ച് നടക്കുന്നവരാണ് ഹല്ലേലൂയ ഭൂമി അവകാശമാക്കുന്നത്. ഹല്ലേലൂയ. റിക്കോ റസിഹറാബ മീക്ക് എന്ന വാക്കിൻ്റെ Hebrew word anavim, submitted strength എന്നാണ് അർത്ഥം. Blessed means ashrei, that means rightly aligned life. Hallelujah. Inherit means rash means covenant possession ആണ്. Hallelujah. Eretz means God assigned authority. Hallelujah. യേശു കർത്താവ് സകലത്തിൻ്റെ മേലെ കർത്താവ് ഉയർത്തി. ഹാലലൂയ. റിക്കോ റസിഖാരബ 37:11 കൂടെ നമുക്ക് വായിക്കാം. ഹാലലൂയ. 11-ാമത്തെ വാക്യം, എന്നാൽ സൗമ്യത ഉള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഹല്ലേലൂയ. റിക്കോ റസിയ. നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ പലയിടത്തും നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. അല്ല, ഞാനാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ആരുടെ മുന്നേ തലകുനിക്കത്തില്ല, ഞാൻ ആരുടെ മുന്നേ താഴ്മ ധരിക്കത്തില്ല. റസിക്കോ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു, നീ കീഴടങ്ങുക. നീ ദൈവത്തിന് സബ്മിസീവായിട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പലയിടത്തും നിനക്ക് ഹല്ലേലൂയ സൗമ്യനായിട്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അല്ല, ഹല്ലേലൂയ ഞാനത് ജയിക്കും, ഞാൻ വലിയ ആളാ, റിക്കോ അവൻ്റെ മുന്നേ ഞാൻ താഴത്തില്ല, അവളുടെ മുന്നേ ഞാൻ താഴത്തില്ല, എന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയും. അങ്ങനെയുള്ളവരൊന്നും ദൈവമക്കളെ ദൈവരാജ്യത്തിന് ചേർന്നവരല്ല. ഹല്ലേലൂയ. നിങ്ങൾ യേശു കർത്താവിനെ നോക്കുക. God is telling us today morning, look to Jesus, how he was meek. Hallelujah. യേശു കർത്താവോളം സൗമ്യതയോടെ. പിന്നെ മോശയെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ അങ്ങനെ പറയും, ഇതുപോലെ സൗമ്യതയുള്ളൊരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുപോലെ യേശു കർത്താവ്, യേശു കർത്താവ്, he was a God, he is 100% God, 100% man. He knew everything. He has got the wisdom of God. എന്താ പറയുക, പിതാവിൽ നിന്ന് എപ്പോഴും he used to get a word to talk to people, to do എന്താ പറയുക, to do the ministry in the world. എപ്പോഴും പിതാവുമായിട്ട് കണക്ട് ചെയ്ത് ആ സ്വർഗീയ ജ്ഞാനത്താൽ ഈ ഭൂമിയിൽ ഹല്ലേലൂയ പ്രവർത്തിച്ച സ്വർഗത്തിലെ കർത്താവ് സൗമ്യനായിട്ടിരുന്നെങ്കിൽ ഇത്രയും വലിയ ന്യായശാസ്ത്രിമാർ, പരീശന്മാർ, റിക്കാല സഖറബ, അവരുടെയൊക്കെ മുന്നിൽ ഹല്ലേലൂയ സൗമ്യനായിട്ടിരുന്ന കർത്താവിന് അങ്ങനെ സൗമ്യനായിട്ടിരിക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു ദൈവമക്കളെ. കർത്താവ് സൗമ്യനായിട്ടിരുന്നെങ്കിൽ നമുക്ക് സൗമ്യതയോടെ ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആ സൗമ്യത കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ you should be first നമ്മൾ ചെയ്യേണ്ട you should be humble. You should humble before God. Hallelujah. നമ്മൾ 12-ാം അധ്യായത്തിൻ്റെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. ഹല്ലേലൂയ. നമ്പേഴ്സ്. ഹല്ലേലൂയ. റികാരാസിക്കോ റാമീന അഭിഷേകോ റസിയ 12-ാം അധ്യായത്തിൻ്റെ
റീകാലാബ്രാസ്യ 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നോക്കിക്കേ. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഹല്ലേലൂയ. ധാരാഭാഷേക്കുറസ്യ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ കർത്താവ് മോശയെ തിരഞ്ഞെടുത്ത ദൈവമക്കളെ. ഹല്ലേലൂയ. പലരും നമ്മളിങ്ങനെ ഞാൻ പൊതുവെ അങ്ങനെ ഒരാളാണ്. ഞാൻ പലപ്പോഴും ആരോട് തിരിച്ചങ്ങനെ ചാടിക്കയറാനോ വഴക്കിടാനോ പോത്ത ഒരാളാണ്. ഹല്ലേലൂയ. അത് കുഞ്ഞുനാളിലോട്ടേ അങ്ങനെ ആയിരുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ എന്നെ പണിതുകൊണ്ടിരിക്കും. ഞാനിപ്പോഴും ആ കർത്താവിൻ്റെ കുശവൻ്റെ കയ്യിലിരുന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാത്രമാണ്. ഹല്ലേലൂയ. പലരും വിചാരിക്കും നമ്മൾ ഈ മിണ്ടാതിരിക്കുന്നതുകൊണ്ട്, നമ്മൾ സൗമ്യരായിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, അവൾ ബലഹീനയായതുകൊണ്ടാണ് അല്ലേ? പക്ഷേ എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിൽ ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. വി ഓൾ ഹാവ് ആൻ അഡ്വക്കേറ്റ്. ഹല്ലേലൂയ. ഓ റീകോ റസ്യ. അത് നമ്മൾ എങ്ങനെയാണ് സൗമ്യത പഠിക്കുന്നത്? ഹല്ലേലൂയ. ത്രൂ സബ്മിഷൻ ടു ഗാഡ്. നമ്മൾ ദൈവത്തിന് സബ്മിസീവായിട്ട് ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ഓ റീകോ റസി ഖലാലബ ശന്തരബ സഭയ്ക്ക് നമ്മൾ സബ്മിസീവായിട്ട് ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ വലിയ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളാണ് നമുക്ക് ഹല്ലേലൂയ ലഭിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഇൻഹെറിറ്റൻസ് നമ്മുടെ ഫോഴ്സ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ വിശ്വസ്തരായിരിക്കണം. വി ഷുഡ് റിസീവ് ദിസ് ബൈ ഫെയ്ത്ത്ഫുൾനെസ്. ഹല്ലേലൂയ. ഓ റീകോ റസി ഖലാലബ. കർത്താവ് അതോറിറ്റി കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ. God gives authority only to those who will rule under him. ദൈവത്തിന് സബ്മിസീവ് ആയിട്ടിരിക്കുന്ന ഒരാളെ മാത്രമേ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുദാന സേക്കോ റസി കാരാരബ 37-ന്റെ ഹല്ലേലൂയ. ഓ റബേ സേക്കോ റസിയ റബേല കാരാസി കോറാമിയാറാബേഷേക്ക ഓ റിക്കോ റസിയ 37-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യഹോവയെ ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. ഹല്ലേലൂയ. അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ നേരത്തെ വായിച്ചത്. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഹല്ലേലൂയ. ഓ റീകോ റസി ഖാരാലബ ഓ റീകോ റസി ഖാരാലബ ശന്തലലബ. ദൈവത്തിൻ്റെ കരങ്ങളിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ പ്രഭാതത്തിൽ ഹല്ലേലൂയ സബ്മിറ്റ് ചെയ്യാതെ മക്കളെ. ഹല്ലേലൂയ. then you will inherit the land. The meek shall inherit the land. through എന്താ പറയുക, അബ്രഹാമിലെ മോസസ്, യേശു കർത്താവ് ഒക്കെ അങ്ങനെ ആയിരുന്നു. ഹല്ലേലൂയ. ഓ അവരെല്ലാം ശക്തമായി മോശെ ഇത്രയും വലിയ ജനത്തെ നയിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തത് മോശയെ പണിത് ഹല്ലേലൂയ. മോശയുടെ ഉള്ളിൽ സെൽഫായിട്ട് ഒന്നും ഹല്ലേലൂയ ബോസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത രീതിയിൽ കർത്താവ് ആക്കിയിട്ടാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ മോശയെ ഉപയോഗിച്ചത്. മക്കളെ, ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. So lift up your eyes, hallelujah, and see, hallelujah. നമ്മൾ സുവിശേഷവുമായി ഇറങ്ങുമ്പോൾ, hallelujah, പല ഇടങ്ങളിലും നമ്മൾ അങ്ങനെ സൗമ്യതയോടെ ഇരുന്നാൽ മാത്രമേ പല ആത്മാക്കളെ നമുക്ക് നേടാൻ കഴിയത്തുള്ളൂ. മക്കളെ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, ഹല്ലേലൂയ. ഒരാൾ നമുക്കെതിരെ വിരോധമായി സംസാരിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവരല്ല സംസാരിക്കുന്ന, ഹല്ലേലൂയ, ആ വ്യക്തിയിലൂടെ ഹല്ലേലൂയ സംസാരിക്കുന്നത് ആ വ്യക്തിയല്ല. ഹല്ലേലൂയ. അവിടെ നമുക്കെതിരായി വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ സങ്കീർത്തനം 2:8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, ആസ്ക് ഓഫ് മീ ആൻഡ് ഐ വിൽ ഗീവ് ദ നേഷൻസ് ആസ് ഇൻഹെറിറ്റൻസ്. നിനക്ക് ജാതികളെ ഞാൻ അവകാശമായി തരും, ദേശങ്ങളെ ഞാൻ അവകാശമായി തരും. ഹല്ലേലൂയ. ധാരാബ ഷേക്കോ റസി ഖാരാബ. സോ ദ മോസ്റ്റ് സൗമ്യതയായിട്ടുള്ളവർക്കാണ് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഓ ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മെസ്സേജ് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, പ്രഭാതത്തിൽ തന്ന വചനത്തിനായി സ്തോത്രപ്പ. പ്ലീസ് മേക്ക് our heart meek and humble before you, Daddy. Thank you, Lord, for the divine inheritance of making us your child and heir of God. Hallelujah.
കർത്താവേ, ഞങ്ങളുടെ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ എല്ലാ ജഡീക സ്വഭാവങ്ങളെ അപ്പാ അങ്ങ് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണമേ അപ്പാ. ഹല്ലേലൂയ. ഓ റീക്കോ, അങ്ങ് ഞങ്ങളെ പണിയുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആ വർക്കിൽ ഹല്ലേലൂയ കർത്താവ് ചെയ്യുന്ന ആ ശുശ്രൂഷയെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന നല്ല പാത്രമായി ഞങ്ങളെ പണിതെടുക്കണമേ. ഹല്ലേലൂയ. Help us to walk in holiness and have a reverential fear for you, Daddy. Oh, we receive this grace this morning. Hallelujah. കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന all hallelujah suffering from diseases, sicknesses, hallelujah broken heartedness, alaba shakalaba rikalaba, let them be healed in the mighty name of Jesus Christ. Daddy, let your peace rule over their hearts, Daddy. കർത്താവ് ഞങ്ങളുടെ സ്വർഗീയ സമാധാനത്താൽ എല്ലാവരെയും അപ്പാ അങ്ങ് നിറയ്ക്കണമേ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും ബ്ലെസ്സഡായി എല്ലാവർക്കും കർത്താവ് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച കെട്ടിരപ്പയ്ക്കായ സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വെടിച്ചും വെച്ച് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സോ വി ഗോട്ട് തേഴ്സ്ഡേ നമ്മുടെ റഹബോസ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഗൂഗിൾ പ്രയർ മീറ്റിംഗ് നടക്കുന്നു. നാളെ നമ്മുടെ ബൈബിൾ ക്ലാസ് നടക്കുന്നു. സുവിശേഷം അറിയിക്കാനുള്ളവർക്ക് ആ ഒരു ക്ലാസ് കുറച്ച് പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്കത് വളരെ ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ കേൾക്കുവാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും കർത്താവിൻ്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സുവിശേഷത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഹീബ്രു ലെറ്റേഴ്സും ഹീബ്രു കുറച്ച് പശ്ചാത്തലത്തിൽ ബൈബിൾ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എത്രത്തോളം വരുന്നവർ അത് ഉൾക്കൊള്ളുന്നു അതനുസരിച്ചായിരിക്കും ആ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. So I invite everyone to this Bible class. നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിലും you can call me at my WhatsApp number 813-88-14577. May God bless you. I'll see you tomorrow. Another blessing word from God. Bye. May God bless you. Be happy. Hallelujah. Blessed. You are a great treasure to my God. Amen.